അപ്പം ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം തൃക്കൈക്കുന്ന് ശിവക്ഷേത്രത്തിലാണ്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറിയ സമയത്ത് ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ അമ്പലം കാണാൻ. ഒരു പുരാവസ്തു പോലെ നല്ല രസമില്ല അമ്പലം, നല്ല വൈബ് അമ്പലമാണ്. പിന്നെ നമ്മൾ പോയ സമയത്ത് അങ്ങനെ മഴയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അതിന് മുന്നിട്ട് മഴ പെയ്തത് കൊണ്ട് മുറ്റം നിറച്ചും വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടുന്ന് അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരമ്പലമാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു. വിളക്ക് കണ്ടോ, അതിൻ്റെ ചുറ്റിലും ഇങ്ങനെ ലൈറ്റ് എല്ലാം കത്തിച്ച്, എന്താ പറയുക, തിരിയെല്ലാം ഇട്ട് നല്ല കത്തിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. പിന്നെ അങ്ങനെ നടന്നു. അവിടെ ഒരു ചെറിയ പടിയുണ്ട്. ആ പടി കടന്ന് കയറിയിട്ട് വേണം നമ്മൾ അമ്പലത്തിലേക്ക് എത്താൻ. പഴയ ഒരു അമ്പലം, പുരാതന കാലത്തുള്ള ഒരു പഴയ അമ്പലത്തിൻ്റെ രീതിയിലത്തെ ചെറിയ അമ്പലമൊന്നുമല്ല, അത്യാവശ്യം നല്ല വണ്ണമുണ്ട് അമ്പലം കാണാൻ. അങ്ങനെ പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറുന്നത് പിന്നെ നമ്മൾ വീഡിയോ എടുത്തില്ല. പിന്നെ അമ്പലത്തിൽ തൊഴുത്, അമ്പലത്തിൻ്റെ ഉള്ളിലും കുറേ ഇതുണ്ട്, ഓരോ ദേവന്മാരത്. പിന്നെ അങ്ങനെ പുറത്തിറങ്ങി നമ്മൾ ഫോട്ടോസ് എടുത്തു. ഇത് അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയാലോ ഒരു കാണുന്നൊരു സ്ഥലമാണ്, അമ്പലത്തിൽ നിന്ന് നേരെ പുറത്ത് കാണുന്നത്. പിന്നെ അവിടുത്തെ ആലാണത്, ആലും തറയെല്ലായിട്ട് അങ്ങനെ കുറച്ച് നല്ല രസമല്ലേ കാണാൻ. പിന്നെ അമ്പലത്തിൻ്റെ നമ്മൾ പോയിരുന്നൊരു തെളിവ് കണ്ടേ. അപ്പോൾ അമ്പലത്തിൻ്റെ മുന്നിൽ നിന്ന് ചെറിയൊരു ഫോട്ടോസ് എല്ലാം എടുത്തു. അടുത്തതായി നമ്മൾ പോയത് മൃഗൻ്റെ പണിയാണ്. അടുത്തത് നമ്മൾ പോയത് പണിയെല്ലാം കഴിച്ചപ്പോൾ നമ്മൾ കുറേ മുന്നിട്ട് കണ്ട പോലെയല്ല, കുറച്ച് മാറ്റങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം അവിടുത്തെ കുളത്തിൽ ഒരു പകുതി കഥകളി വേഷത്തിൽ ഒരു ഇത് കണ്ടു. അപ്പം അതിൻ്റെ ഒരു ഐതിഹ്യം ഇങ്ങനെ പുറത്ത് എഴുതിയിട്ടുണ്ട്. അത് കോട്ടയം തമ്പുരാൻ ഇങ്ങനെ കഥകളി രചിക്കുന്ന സമയത്ത്, ശ്രീവേഷം കിട്ടാവുന്ന സമയത്ത് അദ്ദേഹം അങ്ങനെ അതിൻ്റെ കരയിൽ നിൽക്കുന്ന സമയത്ത് ദേവി പ്രത്യക്ഷപ്പെട്ടു. പ്രത്യക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ പകുതി രൂപത്തിൽ, കഥകളിൻ്റെ പകുതി രൂപത്തിൽ ഇങ്ങനെ കാണിച്ചു. അതായത് കഥകളിക്ക് ഒരു പകുതി വേഷവും പിന്നെ വെള്ളയായി കാണുന്നത്. പിന്നെ നമ്മൾ പുറത്തിറങ്ങി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം നൂൽപുട്ട് ഉണ്ടായിരുന്നു, വെള്ളാപ്പം ഉണ്ടായിരുന്നു, നമുക്ക് ഏത് വണ്ടിക്കിലും എടുക്കാം. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചു. പിന്നെ അടുത്ത് നമ്മൾ പോയത് തൊടിക്കളം ശിവക്ഷേത്രത്തിലാണ്. അതിൻ്റെ വെള്ളം കാണാൻ നല്ല മുന്തിരിൻ്റെ കളർ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ആമയുണ്ടായിരുന്നു, പക്ഷേ ആമേൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കാലെല്ലാം കഴുകി നേരെ അമ്പലത്തിൻ്റെ കുളത്തിൻ്റെ പടിയിൽ കാലെല്ലാം കഴുകിയതിന് ശേഷം അതിൻ്റെ ചുറ്റും ഞാനിങ്ങനെ ഒരു ഫോട്ടോസ് എല്ലാം എടുത്തു. പിന്നെ നേരെ അമ്പലത്തിൻ്റെ ഒരു സ്റ്റെപ്പാണ്, ആ സ്റ്റെപ്പ് കയറി എന്നിട്ട് വേണം അമ്പലത്തിൻ്റെ മുകളിലെത്താൻ. കണ്ടോ, അങ്ങനെ കയറി പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് അവിടെയുള്ള കുറച്ച് ഭാഗങ്ങളായത്. പിന്നെ നേരെ അതിൻ്റെ ചുറ്റുവട്ടമുള്ള കുറച്ച് ഫോട്ടോസ് എടുത്ത് പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ ഫോട്ടോസ് ഞാൻ എടുത്തില്ല. പിന്നെ നമ്മളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു, കുറച്ച് നേരം അവിടെ ഇരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ കുളത്തിൻ്റെ മുന്നിൽ നിന്ന് ഒരു ഫോട്ടോസ് എടുത്തു. പിന്നെ അടുത്തതായി നമ്മൾ പോയത് കൊട്ടിയൂർ അമ്പലത്തിലേക്കാണ്. കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോകുന്നതിനുള്ള സമയത്തുള്ള റബ്ബർ തോട്ടങ്ങളായത്. കുറേ റബ്ബർ തോട്ടങ്ങൾ, അവിടെയുള്ള കൃഷിയാണെന്ന് തോന്നുന്നു. അപ്പോൾ റബ്ബർ തോട്ടങ്ങളെല്ലാം കണ്ടു. പിന്നെ അടുത്തത് കൊട്ടിയൂരിലേക്ക് ബോർഡ്, നമുക്ക് കൊട്ടിയൂരിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞൊരു ചെറിയൊരു ബോർഡ് കണ്ട്. അവിടുന്ന് പിന്നെയും കുറച്ചും കൂടി ഉണ്ട്, 10-15 കിലോമീറ്റർ പിന്നെയും ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് പിന്നെയും പോയി. അത് പുറത്തുള്ള ആൾക്കാർക്ക് വന്ന സമയത്ത് എവിടെയാ സ്ഥലം എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കൊട്ടിയൂർ പോയ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു കൊട്ടിയൂർ. പക്ഷെ നമ്മൾ ക്യൂ നിന്നിട്ടില്ല എന്ന് വെച്ചാൽ അത്രയും തിരക്കാണ്. നമ്മൾ പിന്നെ ബസ്സിലാണ് പോയത്. അപ്പോൾ ഒരു സമയമുണ്ടല്ലോ, അത്ര സമയമല്ലേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ അവിടുത്തെ മുന്നിൽ നിന്ന് തന്നെ ദൈവത്തിനെ പ്രാർത്ഥിച്ചു. അവിടുന്ന് ഒരു 3-4 ചുറ്റിയായിരുന്നു. പക്ഷെ ചുറ്റുന്ന സമയത്തും ഭയങ്കര തിരക്കാണ്. പിന്നെ നല്ല മഴയത്ത് ഉള്ള കുറച്ച് വീഡിയോസാണ് ഇതെല്ലാം കേട്ടോ. നല്ല മഴയുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുടയെടുത്തില്ല, തലയിൽ തോർത്ത് വിട്ടിട്ടാണ് പോയത്. കുടയെടുക്കാനൊന്നും പറ്റില്ല, അത്രയും തിരക്കാണ്. പിന്നെ കണ്ടോ, നല്ല രസമില്ലേ കാണാൻ. ഫോട്ടോസെല്ലാം നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കണ്ടോ, ഇനി അടുത്ത കൊല്ലല്ലേ പോകാൻ പറ്റും.
ഇപ്പം കുറച്ചായി നമ്മളിങ്ങനെ പോകാനുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ ഇങ്ങ് പോന്നു.